നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ മോളെ, എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ ഒരു കരിപ്പിച്ച് നോക്കുന്നേ? എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, എന്നെ കൊല്ലാൻ മിണ്ടരുത്, ഒച്ച വെച്ച കൊന്നുകളയും ഞാൻ. മിണ്ടരുത്, സത്യം പറയണം. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്താ സംഭവിച്ചത്? എന്ത്? ഏത് ഹോസ്പിറ്റല്? അന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് ലാബിലെത്തിയപ്പോ. അന്ന് എന്ത് സംഭവിച്ചു? അന്ന് എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയില്ലല്ലേ? അന്നല്ലേ എന്നെ വെള്ളമടിച്ച് വഴി കേടുന്ന അലമ്പുണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇല്ലാത്ത വകുപ്പൊക്കെ ചുമത്തി പോലീസ് പിടിച്ച ആൽക്കഹോളിക് ടെസ്റ്റിന് കൊണ്ടുപോയി. ഞാൻ അന്നേമാരെ അത് ഗംഭീരമായിട്ട് പറ്റിച്ചു. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല മോളെ, അന്ന് ഞാൻ അങ്ങനെ ഒരു ടെക്നിക്ക് കാണിച്ചില്ലായിരുന്നെങ്കിൽ അവന്മാർ എനിക്ക് പണി തരുമായിരുന്നു. ഞാനാ മോൻ, ഞാനേ ചോര മാറ്റി വെച്ചില്ലേ. ഇങ്ങനെ എങ്ങനെയുണ്ട് മാമന്റെ ബുദ്ധി? എന്താ മോളെ, എന്താ വിഷയം? പരിശുമാവൻ ഇടപെടേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതെന്താ ഇത്? എന്റെ ഈശ്വര, ഈ കൊച്ചിന് ഇതെന്ത് പറ്റി? പണ്ടേ ദുർബല, ഇപ്പൊ മെന്റലുമായി. എന്തേച്ചി, എന്തേ നേരത്ത്? എന്തേച്ചി, എന്താ പ്രശ്നം? ചേച്ചി എന്താ കാണിക്കുന്നത്? ചേച്ചിന്റെ കുഞ്ഞിനെ ഞാൻ എടുക്കാൻ സമ്മതിച്ചില്ല. ആർക്ക് വേണം? അബദ്ധം പറ്റിയ നേരത്ത് ഞാൻ നിനക്ക് കുഞ്ഞിനെ തന്നു എന്നുള്ളത് നേര് തന്നെയാ. ആ അബദ്ധം ഞാനങ്ങ് തിരുത്തുവാ. എന്തോ ഇങ്ങോട്ട്. ചേച്ചി, ചേച്ചി 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 ആദി ഒന്ന് പറയാതി. പിന്നെ നിയമപരമായി ദത്ത് തരുന്നതല്ലേ അബദ്ധം. മര്യാദ കിട്ടി കുഞ്ഞിനെ ഇങ്ങോട്ടോ. ഇല്ല എങ്കിൽ സത്യം ഞാൻ തുറന്നു പറയാൻ പോവാ. ഇതെന്റെ കുഞ്ഞ, ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇതേ എന്റെ കുഞ്ഞ, ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ്. തരില്ല. ആദി നിർത്തേ. എന്താ നിങ്ങളെ കാണിക്കുന്നേ? കണ്ടില്ലേ, ഞാൻ എന്റെ കുഞ്ഞിനെ എടുത്തതാ. പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല. സമ്മതിക്കുന്നില്ലെന്നോ? അതെങ്ങനെ സമ്മതിക്കും? നിയമപരമായിട്ട് നീ ഇവർക്ക് ദത്ത് കൊടുത്ത കുട്ടിയല്ലേ ഇത്? ഞാൻ ദത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു വാങ്ങാനും എനിക്കറിയാം. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ആരെന്നെ തല്ലിയാലും കൊന്നാലും ഞാൻ പിന്നോട്ട് മാറുന്ന പ്രശ്നമില്ല. ഇല്ല, തരില്ല ഞാൻ. ഞങ്ങളെല്ലാം നിന്നോട് 1000 തവണ പറഞ്ഞല്ലേ കുഞ്ഞിനെ ദത്ത് കൊടുക്കാൻ പാടില്ലെന്ന്. കണ്ണീരും കൈ ആത്മഹത്യ ഭീഷണിയുമായിട്ട് നീ അല്ലേ അതിനെ മുന്നിട്ടിറങ്ങിയത്. നീ പറഞ്ഞ മുഴുവൻ ഡിമാൻഡും അല്ലേ മറ്റുള്ളവർ അംഗീകരിച്ചത്.